ഇടവിളയായിട്ട് നമ്മുടെ പറമ്പിൽ ഈ പയർ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. റൈസോബിയം ബാക്ടീരിയ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് നൈട്രജൻ ഉണ്ടാക്കി നമ്മുടെ വിളവ് കൂട്ടും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടവിള പയറായിട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിന്റെ എല്ലാം പൊട്ടിച്ച് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അമ്മ ഡാൻസ് കളിക്കുന്നത് പയറിൽ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അത് നമുക്ക് കുനുകുന അരിഞ്ഞ് അതിന്റെ കട്ട് കളയണം അത്രേ. അതിന് ആവിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് പിഴിഞ്ഞെടുത്താൽ മാത്രമാണ് വയറിനും ശരീരത്തിനും കേട് കൂടാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ അമ്മ കിളിമീനൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ചോറ് വിളമ്പുന്ന ഒരു സീനുണ്ട് കേട്ടോ, പൊളിയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് അതിനെ ഇനി ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്മ പയറിട്ടിട്ട് സെറ്റാക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ ചോപ്പർ കൂട്ടനിൽ അടിച്ചെടുത്തിട്ടുള്ള ഈ സംഭവങ്ങൾ കുറച്ച് ചതച്ച മുളക് ഇട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക. രാജ്മ പയറിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ പയറിൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ തോരൻ റെഡി, മീൻ വറുത്തത് റെഡി, മുട്ടക്കൂട്ടാൻ റെഡി, അച്ചാർ റെഡി. സംഭവം കിടുമല്ലേ? ട്രൈ ചെയ്ത് നോക്കി.